ഹലോ, വെൽക്കം ബാക്ക് ടു മാഗ്ന ജൂറിസ്. സോ നമ്മുടെ ന്യൂ സീരീസിൽ നമ്മൾ കോൺട്രാക്ട് ലോണെ പറ്റിയും അതേപോലെ തന്നെ ദ ഹേർട്ട് ഓഫ് കൊമേഴ്ഷ്യൽ ലോണെ പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ എവറി ഡേ നമ്മൾ നമ്മുടെ ലൈഫിൽ ഓരോ കോൺട്രാക്ട്സ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണത്? നമ്മൾ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ, മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ ഒരു ചായ വാങ്ങുമ്പോൾ പോലും നമ്മളൊരു കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ലീഗലി എൻഫോഴ്സിബിൾ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് സർട്ടൻ റൂൾസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സിംപിളസ്റ്റ് ടേമിൽ കോൺട്രാക്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒരു നിയമപരമായിട്ട് നിലനിൽക്കുന്ന ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു കരാറാണ് ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇതിൽ ഒന്നോ അതിലധികമോ പാർട്ടീസ് പരസ്പരം ഒരു കാര്യം ചെയ്യാമെന്നോ, അതായത് ഒന്നോ അതിലധികമോ പാർട്ടീസ് എന്തെങ്കിലും ഒരു കാര്യം പ്രോമിസ് ചെയ്യാണ്, ഒരു കാര്യം ചെയ്യാമെന്നോ ചെയ്യാതിരിക്കാനോ സമ്മതിക്കുകയാണ്, ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. ഇത് ചിലപ്പോൾ ബൈ വേർഡ് ആയിരിക്കും അല്ലെങ്കിൽ ബൈ ഡോക്യുമെൻ്റ് ആയിരിക്കും. ഇത് കൂടാണ്ട് ഇപ്പോൾ ഇത് പ്രോമിസ് ചെയ്തിരിക്കുന്ന പാർട്ടികളുടെ ഉള്ളിൽ ഇത് നിയമപരമായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. അതിനെയാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടുപേര് ഒരുപോലെ ഒരു കാര്യം ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് രണ്ടുപേരും പ്രോമിസ് ചെയ്യാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് നിയമപരമായിട്ട്, അതായത് ലോഫുള്ളി ഇത് എൻഫോഴ്സിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ കൊടുത്ത പ്രോമിസ് രണ്ടുപേരും പാലിക്കാനായിട്ട് ഒരേപോലെ റെസ്പോൺസിബിൾഡ് ആണ്. ഇനി ഒരാളതിൽ വാക്ക് തെറ്റിച്ചാൽ എന്താണ്? ലോഫുള്ളി അതിന് നിയമപരമായിട്ട് അതിന് നടപടി സ്വീകരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ കടയിൽ നിന്നൊരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ ആ സാധനം നിങ്ങൾക്ക് നൽകാനും അതിനുള്ള പൈസ തരാൻ, അതായത് നമ്മൾ ആ സാധനം വാങ്ങാനും അതുപോലെ തന്നെ ആ സാധനം നമുക്ക് തരാനും അതിനുള്ള പൈസ വാങ്ങാനും കടക്കാരനും നിങ്ങളും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, ഒരു പ്രോമിസ് ഉണ്ട്. ഇത് ഒരു വാക്കാലും, അതായത് ഇത് ബൈ വേർഡ് അല്ലെങ്കിൽ പിന്നെ രേഖാമൂലമുള്ള ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. അതിനെയാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മീനിങ് ഓഫ് കോൺട്രാക്റ്റ് എന്താണെന്ന് നോക്കാം. എന്താണെന്ന്? സെക്ഷൻ 2 ക്ലോസ് H ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 സേസ്. എന്താണ് സെക്ഷൻ 2 ക്ലോസ് H ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറയുന്നത്? ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഇസ് എ കോൺട്രാക്ട്. അതായത് നിയമപരമായിട്ട് എൻഫോഴ്സിബിൾ ആയിട്ടുള്ള ഏത് എഗ്രിമെൻറ്റും ഒരു കോൺട്രാക്റ്റ് ആണെന്നാണ് സെക്ഷൻ 2 ക്ലോസ് H ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറയുന്നത്. ഇനി എന്താ പറയുന്നത്? എഗ്രിമെൻറ്റ് ഈക്വൽ ടു ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ്. അതായത് ഒരു ഓഫറും ആക്സെപ്റ്റൻസും അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ, ഒരാളൊരു ഓഫർ വെക്കുകയാണ്, ആ ഓഫർ മറ്റൊരാൾ ആക്സെപ്റ്റ് ചെയ്യാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇനി എൻഫോഴ്സിബിൾ ബൈ ലോ എങ്ങനെയാണെന്ന് പറയുമ്പോൾ കോർട്ടിൽ ഇത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് കഴിയേണ്ടതാണ്. ഇല്ലീഗലായിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു പേഴ്സൺ വേറൊരു പേഴ്സൻ്റെ അടുത്ത് ഇല്ലീഗലായിട്ട് കുറച്ച് കഞ്ചാവ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? നിയമപരമായിട്ട് അതൊരു ഇല്ലീഗൽ ആണല്ലോ, അങ്ങനെ ഒരു ഇല്ലീഗൽ ആക്ട് ആണത്. അപ്പോൾ നിയമപരമായിട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ആണ്, കോർട്ടിൽ എൻഫോഴ്സ് ചെയ്യാൻ കഴിയേണ്ട ഒരു ലോനെയാണ് എൻഫോഴ്സിബിൾ ബൈ ലോ. അതായത് ലീഗലായിട്ടുള്ളൊരു ഓഫർ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ്, അങ്ങനെ ഒരു എഗ്രിമെൻറ്റിനെയാണ് എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ചെയ്താൽ മാത്രമേ അതൊരു കോൺട്രാക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇപ്പോൾ നമ്മളൊരു കാർ സെയിൽ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടി ഒരു കാർ സെയിൽ ചെയ്യണമെന്ന് നിങ്ങൾക്കുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു സെക്കൻഡ് പാർട്ടി അത് ആക്സെപ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസായിട്ട് അവർ അഗ്രി ചെയ്തു. ഓക്കെ. അപ്പോൾ അതൊരു എഗ്രിമെൻ്റ് ആണ്. ഒരാളൊരു കാറ് സെയിൽ ചെയ്യണമെന്നുണ്ട്. സോ സെക്കൻഡ് പാർട്ടി അത് ആക്സെപ്റ്റ് ചെയ്യാണ് ആൻഡ് അതിൻ്റെ പ്രൈസിൻ്റെ കാര്യത്തിൽ ഒരു എഗ്രിമെൻ്റായി. സോ അതിനെയാണ് ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ബട്ട് ഇതിൽ ഇല്ലീഗൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ, ഇപ്പോൾ സ്മഗ്ലിങ് എ കാർ, ഇപ്പോൾ അയാളുടെ സ്വന്തം കാറാണെങ്കിലും വിൽക്കണമെന്ന് വിചാരിക്കാം. ഇപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാറ് സ്മഗിൾ ചെയ്തിട്ടാണ് കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ അതൊരു ലീഗൽ ആക്ടിവിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതെന്താണ്? ലോഫുള്ളി എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ. ദാറ്റ്സ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് കോൺട്രാക്ട്. ഓക്കെ. അതാണ് നമ്മുടെ കോൺട്രാക്റ്റ് എന്നുള്ളതിൻ്റെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം. ഇനി നമുക്ക് ഒറിജിൻ ആൻഡ് ആപ്ലിക്കബിലിറ്റി എന്താണെന്ന് നോക്കാം. കോൺട്രാക്റ്റിൻ്റെ ഒറിജിനും അതുപോലെ തന്നെ ആപ്ലിക്കബിലിറ്റിയും നോക്കാം. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1st September 1872. 1872 സെപ്റ്റംബർ 1 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഫോഴ്സിൽ വന്നത്. ഇനീഷ്യലി ഇതിൽ എല്ലാ കോൺട്രാക്ട്സും ഇൻക്ലൂഡഡ് ആയിരുന്നു. ബട്ട് ലേറ്റർ സം പാർട്സ് സെപ്പറേറ്റഡ് ആയി. ഇനി കോൺട്രാക്ട് റിലേറ്റിംഗ് ടു പാർട്ട്ണർഷിപ്പ്, പിന്നെ കോൺട്രാക്ട് റിലേറ്റിംഗ് ടു കോൺട്രാക്ട്സ് വിത്ത് ഷിപ്പിംഗ്, അതെല്ലാമാണ് ഇതിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്.
പിന്നെ ഇത് എവിടെയൊക്കെയാണ് അപ്ലിക്കബിലിറ്റി ഉള്ളത്? അപ്ലൈസ് ടു ഹോൾ ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീർ ഒഴിച്ച് ബാക്കി എല്ലാ ഇന്ത്യയിലെ പാർട്സിലും ഇത് അപ്ലിക്കബിൾ ആണ്. ആൻഡ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എസെൻഷ്യൽ ഓഫ് കോൺട്രാക്റ്റ് ആണ്. അതായത് ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുള്ളൂ. നമ്മുടെ സെക്കൻഡ് പാർട്ടിലായിരിക്കും നമ്മൾ കുറച്ചും കൂടി ഡീപ്പറായിട്ട് പറയാം. എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്റ്റ് നോക്കാം. ഫസ്റ്റ് തന്നെ അതിൽ വരുന്നത് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ആണ്. അപ്പോൾ എന്താണ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ, there must be a lawful offer made by one party and lawful acceptance made by another. Okay, there must be a lawful offer made by one party and lawful acceptance by another. നമ്മൾ ഓഫർ ക്ലിയർ ആയിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. അത് ആക്സെപ്റ്റൻസ് അൺകണ്ടീഷണൽ ആവുക, അതുപോലെ തന്നെ ഓഫർ ക്ലിയർ ആയിരിക്കുകയും ചെയ്യണം. സിമ്പിൾ ടേംസിൽ നോക്കുകയാണെങ്കിൽ ആൻ ഓഫർ ഈസ് എ ക്ലിയർ പ്രപ്പോസൽ ബൈ വൺ പാർട്ടി ടു അനദർ. അതായത് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിക്ക് കൊടുക്കുന്ന ക്ലിയർ ആയിട്ടൊരു പ്രപ്പോസലിനെയാണ് എന്താണ് ഓഫർ എന്ന് പറയുന്നത്. സ്റ്റേറ്റിംഗ് ദെയർ വില്ലിങ്നെസ് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഓൺ എ സ്പെസിഫിക് ടേംസ് ടു ക്രിയേറ്റ് എ ബൈൻഡിങ് അഗ്രിമെൻറ്റ്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടൊരു കാര്യം ചെയ്യുമെന്നോ ചെയ്യില്ല എന്നോ പറയുന്ന അങ്ങനെ ചെയ്യുന്ന അവരുടെ അഗ്രിമെൻ്റ്, അതായത് വില്ലിങ്നെസ് സ്റ്റേറ്റ് ചെയ്യുന്ന എന്തോ, അതായത് എന്ത് ചെയ്യുമെന്നോ ചെയ്യില്ല എന്നോ ഉള്ളത് സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു വില്ലിങ്നെസ്സിനെയാണ് അവിടെ ഓഫർ എന്ന് പറയുന്നത്. ടു ക്രിയേറ്റ് എ ബൈൻഡിങ് അഗ്രിമെൻറ്റ്. ആക്സെപ്റ്റൻസ് എന്താണ്? ആക്സെപ്റ്റൻസ് ഈസ് ദ അതർ പാർട്ടീസ് ക്ലിയർ അൺക്വാളിഫൈഡ് അഗ്രിമെൻറ്റ്. അതായത് ഒരാളൊരു വില്ലിങ്നെസ് വെക്കുകയാണ്, ഒരു പ്രപ്പോസൽ വെക്കുകയാണ്, ഞാനൊരു കാര്യം ഇയാൾക്ക് ചെയ്യാം, മറ്റൊരാൾക്ക് അതായത് സെക്കൻഡ് പാർട്ടിക്ക് ചെയ്യാമെന്നോ ചെയ്യില്ലെന്നോ ഉള്ളൊരു പ്രപ്പോസൽ വെക്കുകയാണ് ഫസ്റ്റ് പാർട്ടി ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഓഫറായി. ഇനി സെക്കൻഡ് പാർട്ടി എന്താ ചെയ്യുന്നത്? അതർ പാർട്ടി അത് ആക്സെപ്റ്റ് ചെയ്യാണ്, ക്ലിയർ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യണം. അതായത് ടു ടേംസ്, അതായത് പ്രപ്പോസൽ വെച്ച ആളുടെ ടേംസുമായിട്ട് അഗ്രി ചെയ്യുന്ന ആക്സെപ്റ്റൻസ് കൊടുക്കുകയാണ്. സിഗ്നിഫൈങ് ദെയർ അസെന്റ് ടു ബി ബോണ്ട് ബൈ ദം. അതായത് ഫസ്റ്റ് പാർട്ടി വെച്ച അഗ്രിമെൻറ്റിനോട് ഞാൻ പൂർണ്ണമായിട്ടും സമ്മതിക്കുന്നു എന്നുള്ളൊരു ആക്സെപ്റ്റൻസ് കൊടുക്കുമ്പോഴാണ് അവിടെ ഒരു ആക്സെപ്റ്റൻസ് വരുന്നത്. ടുഗദർ ആൻഡ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ഫോം ദ കോർ ഓഫ് എ കോൺട്രാക്ട്. അതായത് ഈ ഓഫറും അതുപോലെ തന്നെ അതിൻ്റെ ആക്സെപ്റ്റൻസും ആണ് ഒരു കോൺട്രാക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റിംഗ് എ ലീഗൽ ഒബ്ലിഗേഷൻ വൺസ് കമ്മ്യൂണിക്കേറ്റഡ്. അതായത് ത്രൂ കമ്മ്യൂണിക്കേഷൻ ആണ് ഈ സംഭവം നടക്കുള്ളൂ. അപ്പോൾ ക്രിയേറ്റിംഗ് എ ലീഗൽ ഒബ്ലിഗേഷൻ വൺസ് കമ്മ്യൂണിക്കേറ്റഡ്, അപ്പോൾ അതൊരു ലീഗൽ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി ആയിട്ട് അവിടെ ക്രിയേറ്റ് ആവുകയാണ്. ആൻഡ് ഇനി അതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഐ വിൽ സെൽ യു മൈ കാർ ഫോർ 5 lakh rupees. ഞാൻ പറയുകയാണ് എൻ്റെ കാറ് ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് തരാമെന്ന്. ഈസ് എൻ ഓഫർ ഫ്രം എ കാർ ഓണർ ടു എ പൊട്ടൻഷ്യൽ ബയർ. അതായത് ഒരു പൊട്ടൻഷ്യൽ ബയറിനോട് കാറിൻ്റെ ഓണർ പറയാണ്, ഐ വിൽ സെൽ യു മൈ കാർ ഫോർ 5 lakh rupees. 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ എൻ്റെ കാർ തരാമെന്ന് ബയറിൻ്റെ അടുത്ത് പറയാണ്. അതാണ് എന്ത് ഓഫർ എന്ന് പറയുന്നത്. അതാണ് ഐ വിൽ സെൽ യു മൈ കാർ ഫോർ 5 lakh rupees. ഞാൻ എൻ്റെ കാറ് 5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നതാണ്. അതാണ് ഓഫർ എന്ന് പറയുന്നത്. ഇനി ഐ അഗ്രി ടു ബൈ യുവർ കാർ ഫോർ 5 lakh rupees എന്ന് ആ പൊട്ടൻഷ്യൽ ബയർ പറയുകയാണ്, വാങ്ങുന്ന ആൾ പറയാണ്, ഞാൻ നിങ്ങളുടെ കാറ് 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചോളാം എന്ന് പറയുമ്പോൾ അവിടെയാണ് അത് ആക്സെപ്റ്റൻസ് ആവുന്നത്. അങ്ങനെയാണ് അപ്പോൾ ആ ആക്സെപ്റ്റൻസും ഓഫറും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ആവുന്നത്. ക്ലിയർ? ഇനി നെക്സ്റ്റ് നോക്കുന്നത് ലോഫുൾ കൺസിഡറേഷൻ ആണ്. കൺസിഡറേഷൻ അതായത് പരിഗണന. കൺസിഡറേഷൻ ഈസ് സംതിങ് ഇൻ റിട്ടേൺ. ക്വിഡ് പ്രോ കോ എന്നാണ് ഇത് പറയുന്നത്. അതൊരു ലാറ്റിൻ ടേമാണ്. സംതിങ് ഇൻ റിട്ടേൺ എന്നാണ് കൺസിഡറേഷനിൽ ഇവിടെ വരുന്ന മീനിങ്. വിത്തൗട്ട് കൺസിഡറേഷൻ കോൺട്രാക്ട് വിൽ ബി വോയിഡ് ആകും. അതായത് കോൺട്രാക്റ്റ് കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ വോയിഡ് ആയിരിക്കും. എക്സെപ്ഷൻസ് ഉണ്ട്. എക്സാമ്പിൾ നേച്ചുറൽ ലവ്, എഫെക്ഷൻ ഉണ്ട്, സെക്ഷൻ 25. അതൊക്കെയാണ് കൺസിഡറേഷൻ ഇല്ല എന്നുള്ളതിൻ്റെ എക്സെപ്ഷൻസ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്താ? നമ്മളൊരു ഫോൺ ഗിഫ്റ്റ് ചെയ്യാണ് വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് എനിത്തിങ്. അതായത് ഒരാൾക്കൊരു ഫോൺ ഗിഫ്റ്റ് ചെയ്യാണ് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ തന്നെ. അതൊരിക്കലും ഒരു കോൺട്രാക്റ്റ് ആയിട്ട് വരില്ല. ബട്ട് ഒരു ഫോൺ 10,000 രൂപയ്ക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ അതേ ഫോൺ തന്നെ ഒരു 10,000 രൂപയ്ക്ക് സെയിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചതെന്നുണ്ടെങ്കിൽ അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആയിരിക്കും. അപ്പോൾ കൺസിഡറേഷനാണ് അവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേത് നോക്കുകയാണെങ്കിൽ കപ്പാസിറ്റി ടു കോൺട്രാക്ട്. അതായത്
നമ്മുടെ കോൺട്രാക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിയാണ് നമ്മുടെ തേർഡായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് അതിൽ വരുന്നത്? പാർട്ടീസ് മസ്റ്റ് ബി മേജർ, അതായത് 18 വയസ്സിന് മേലെയുള്ള ആളായിരിക്കണം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. പിന്നെന്താണ്? സൗണ്ട് മൈൻഡഡ് ആയിരിക്കണം, നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. എന്താ പറയുക, നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ എന്ന് പറയുന്നത് എന്ത് ഉദ്ദേശിക്കുന്നത്? ഇൻസോൾവെൻറ്റ് പേഴ്സൺ ഇൻ സെർട്ടൻ കേസസ്, അതായത് ചില കേസസിലൊക്കെ ഉണ്ടായിട്ട് ബൈ ലോ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഒരു എന്താ പറയുക കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് പാടില്ല. പിന്നെ സൗണ്ട് മൈൻഡഡ് ആയിരിക്കണം, അതായത് ഡ്രങ്കൺ മൈൻഡോ അങ്ങനെ ഒരു മൈൻഡിലോ ഏർപ്പെടുന്ന കോൺട്രാക്റ്റ് ഒരിക്കലും വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ എന്താ പറയുക 18 ഏജിന് മേലെയുള്ളവരായിരിക്കണം പാർട്ടീസ്. ഇതിലെ കേസ് ലോ എന്ന് പറയുന്നത് മൊഹോരി ബിബി വേഴ്സസ് ധർമ്മോദാസ് ഗോസ്. അതിലെന്താ പറയുന്നത്? മൈനേഴ്സ് എഗ്രിമെൻറ്റ് ഈസ് വോയിഡ് അബ് ഇനിഷ്യോ, അതായത് 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരെ നമ്മൾ മൈനേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു മൈനറിൻ്റെ എഗ്രിമെൻറ്റ് അബ് ഇനിഷ്യോ, വോയിഡ് അബ് ഇനിഷ്യോ ആണ്. അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അബ് ഇനിഷ്യോ പറഞ്ഞാൽ ഫ്രം ദ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് വോയിഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താ നോക്കുന്നത്? 4ാമത്തെ ഫ്രീ കൺസെൻ്റ് ആണ്. എന്താണ് കൺസെൻ്റ് എന്ന് പറയുന്നത്? കൺസെൻ്റ് മസ്റ്റ് ബി ഫ്രീ, അതായത് നമ്മുടെ കൺസെൻറ്റ് ഫ്രീ ആയിരിക്കണം. സെക്ഷൻ 14 പറയുന്നത് കൺസെൻറ്റ് മസ്റ്റ് ബി ഫ്രീ ആണ്, നോട്ട് കോസ്ഡ് ബൈ. എങ്ങനെയാണ് കൺസെൻറ്റ് ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അത് ഏതൊക്കെയാണ്? കോവേർഷൻ സെക്ഷൻ 15 ആണ് പറയുന്നത്. അൺഡ്യൂ ഇൻഫ്ലുവൻസ്, അതായത് ഒരു ഇൻഫ്ലുവൻസിൻ്റെ മേലെ ആവരുത്. സെക്ഷൻ 16 ആണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് പറയുന്നത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളാണ്. കോവേർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, അതെല്ലാം നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ്? കൺസെൻറ്റ് മസ്റ്റ് ബി ഫ്രീ ബൈ സെക്ഷൻ 14 പറയുന്നത് കൺസെൻറ്റ് ഷുഡ് ബി ഫ്രീ. പിന്നെ അതിൽ പറയുന്നത് കോവേർഷൻ സെക്ഷൻ 15, പിന്നെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് സെക്ഷൻ 16, ഫ്രോഡ് ഒരിക്കലും കൺസെൻറ്റ് കിട്ടാൻ പാടില്ല, ഫ്രോഡ് സെക്ഷൻ 17 ആണ് പറയുന്നത്. പിന്നെ മിസ്റെപ്രസെൻറ്റേഷൻ സെക്ഷൻ 18, മിസ്റ്റേക്ക് സെക്ഷൻ 20 to 22 ആണ് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ്, അതായത് ഈ കോവേർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക്, ഇതിലൂടെ എല്ലാം കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡ് ആയിരിക്കും. ഇത് വാലിഡ് ആവാനായിട്ട് പറ്റില്ല. ഇനി നെക്സ്റ്റ് നോക്കുന്നത് ലോഫുൾ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ലോഫുൾ ആയിട്ടൊരു ഒബ്ജക്റ്റ് വേണം ആ ഒരു കോൺട്രാക്റ്റിന്. ദ ഒബ്ജക്റ്റ് ഓഫ് കോൺട്രാക്ട് ഷുഡ് നോട്ട് ബി ഇല്ലീഗൽ, ഇമ്മോറൽ ഓർ അഗെയിൻസ്റ്റ് ദ പബ്ലിക് പോളിസി, അതായത് പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതോ ഇമ്മോറൽ ആയിട്ടോ ഇല്ലീഗൽ ആയിട്ടോ ഉള്ള ഒബ്ജക്റ്റ് ആവാൻ പറ്റില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ കഞ്ചാവാണ് ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ ആയിട്ടൊരു കോൺട്രാക്റ്റ് ആണ്. സച്ച് എ കോൺട്രാക്ട് ഡസൻറ്റ് എക്സിസ്റ്റ്, അങ്ങനെ ഒരു കോൺട്രാക്റ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. അതേപോലെ തന്നെ എന്താ പറയുക, റിലേറ്റഡ് ടു ഡ്രഗ്സ് വിൽക്കുകയാണെങ്കിൽ, ഡ്രഗ്സ് സെയിൽ ചെയ്യാനുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ അതൊരിക്കലും വാലിഡ് ആവില്ല. അപ്പോൾ ഒബ്ജക്റ്റ് ഓഫ് ദ കോൺട്രാക്ട് ഷുഡ് ബി ലീഗൽ, അതായത് കോൺട്രാക്റ്റിൻ്റെ ഒബ്ജക്റ്റ് എന്തുകൊണ്ടും ലീഗൽ ആയിരിക്കണം. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഓഫ് സെല്ലിംഗ് ബാൻ ഡ്രഗ്സ്, അതായത് ഡ്രഗ്സ് ബാൻ ചെയ്തിരിക്കുന്ന ഡ്രഗ്സ് കോൺട്രാക്ട് ചെയ്യാനാണെങ്കിൽ അത് വോയിഡ് ആയിരിക്കും. ഇനി നോക്കുന്നത് നമ്മുടെ ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. ഇത് നമ്മൾ ജസ്റ്റ് പീക്കായിരിക്കും നോക്കുക, ഫുൾ ഡീറ്റെയിൽ ലേറ്റർ സെഷനിലുണ്ടാവും. പിന്നെന്താ പറയുക, ഓൺ ദ ബേസിസ് ഓഫ് ഇൻഫോർമേഷൻ എക്സ്പ്രസ്, ഇംപ്ലൈഡ്, ക്വാസി, അതായത് കോൺട്രാക്റ്റിൻ്റെ ഫോർമേഷൻ വൈസ് ബേസിസ് നോക്കുകയാണെങ്കിൽ എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഉണ്ട്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഉണ്ട്, ക്വാസി കോൺട്രാക്റ്റ് ഉണ്ട്. അതായത് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റ്, ഇംപ്ലൈഡ് ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റ്, ക്വാസി ആയിട്ടുള്ള കോൺട്രാക്റ്റ്. ക്വാസി മീൻസ് ഹാഫ് കോൺട്രാക്റ്റ്. അതെല്ലാമാണ് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റിൽ ഓൺ ദ ബേസ് ഓഫ് ഫോർമേഷൻ്റെ ബേസിസിൽ വരുന്ന കോൺട്രാക്ട്സ് ആണ് ഈ 3 ടൈപ്പ്. ഏതൊക്കെയാണ്? എക്സ്പ്രസ്, ഇംപ്ലൈഡ് ആൻഡ് ക്വാസി. ഇനി ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ് ബേസിസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് ഉണ്ട്, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് ഉണ്ട്, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് ഉണ്ട്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി, അതായത് എൻഫോഴ്സിബിലിറ്റിയുടെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ വാലിഡ് ഉണ്ട്, അതുപോലെ തന്നെ വോയിഡ് ഉണ്ട്, വോയിഡബിൾ ഉണ്ട്, ഇല്ലീഗൽ ഉണ്ട്. ഏതൊക്കെയാണ്? വാലിഡ് ഉണ്ട്, വോയിഡ് ഉണ്ട്, വോയിഡബിൾ ഉണ്ട്, ഇല്ലീഗൽ ഉണ്ട്. ഇതെല്ലാമാണ് ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സിൽ മെയിനായിട്ട് വരുന്നത്. ഏതാണ്? ബേസ് ഓഫ് ഫോർമേഷൻ, ബേസ് ഓഫ് പെർഫോമൻസ് ഉണ്ട്, ബേസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി ഉണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കോൺട്രാക്ട് ലോയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ്. കോൺട്രാക്ട് ലോ എന്തിനൊക്കെയാണ് ഹെൽപ്സ് ഇൻ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്, അതായത് ട്രേഡും കൊമേഴ്സും ഒക്കെ സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് കോൺട്രാക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
പിന്നെ പ്രൊജക്ട് പാർട്ടീസ് ഫ്രം അൺഫെയർ ആയിട്ടുള്ള ഡീലിങ്സ് പാർട്ടീസ് നടത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻഷുവേഴ്സ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രസ്റ്റ്, അതായത് ബൈ കോൺട്രാക്ട് നമുക്കൊരു ട്രസ്റ്റ് നമ്മുടെ അതർ പാർട്ടീസിന് കിട്ടും. അതായത് ഇതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു അഗ്രിമെൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ നമുക്ക് അതർ പാർട്ടീനെ ട്രസ്റ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി എല്ലാം ഉണ്ടാവാനായിട്ട് കോൺട്രാക്ട്സ് ഹെൽപ്പ് ചെയ്യും. അതായത് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ളത് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് ഇയാളത് കൊടുക്കാമെന്നും ഫസ്റ്റ് പാർട്ടി ചെയ്ത ഓഫർ സമ്മതിക്കാമെന്നും വെച്ച പ്രപ്പോസൽ സമ്മതിക്കാമെന്നും അതർ പാർട്ടി ആക്സെപ്റ്റ് ചെയ്ത പാർട്ടി അത് ചെയ്യാമെന്നും ഉള്ള ഒരു ഒബ്ലിഗേഷൻ അവിടെ വരികയാണ്. സോ ഇറ്റ് എൻഷുവേഴ്സ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രസ്റ്റ്. ഇനി ഇതിൻ്റെ എവറിഡേ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട്. റെയിൽവേ ടിക്കറ്റ് ബുക്കിങ്ങിൽ എങ്ങനെയാണ് കോൺട്രാക്ട് വരുന്നത്? അതൊരു കോൺട്രാക്ട് ബിറ്റ്വീൻ പാസഞ്ചർ ആൻഡ് റെയിൽവേ ആണ്. പാസഞ്ചർ ടിക്കറ്റ് എടുക്കുന്നു, സോ റെയിൽവേ ട്രെയിൻ. ദാറ്റ്സ് ദ എക്സാമ്പിൾ ഓഫ് എ കോൺട്രാക്ട്. അതായത് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് പാസഞ്ചറും റെയിൽവേയും തമ്മിലുള്ളൊരു കോൺട്രാക്റ്റാണ്. ഇനി ഗ്രോസറീസ് ബൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ബയർ ആൻഡ് ഷോപ്പ് കീപ്പറിന് പൈസ കൊടുക്കുന്നു, ഷോപ്പ് കീപ്പർ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തരുന്നു. സോ ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ബയർ ആൻഡ് ഷോപ്പ് കീപ്പർ. ഇനി മൊബൈൽ റീചാർജ് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, അവിടെ കോൺട്രാക്ട് ബിറ്റ്വീൻ യൂസർ ആൻഡ് ടെലികോം കമ്പനി, അതായത് യൂസ് ചെയ്യുന്ന ആളും ടെലികോം കമ്പനിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ് മൊബൈൽ റീചാർജിൽ നടക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. ഇന്ന് നമ്മൾ കോൺട്രാക്ട് ലോ എന്ന കൺസെപ്റ്റിൻ്റെ ബേസിസ് ഒക്കെയാണ് നോക്കിയത്. അതിൽ എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്തത്? ഡെഫിനേഷൻ നോക്കി, ഒറിജിൻ നോക്കി, എസെൻഷ്യൽ ബേസിക്സ് നോക്കി, പിന്നെ എക്സാമ്പിൾസ്, കേസ് ലോസ് ഉണ്ട് ഇതിൽ. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഇതിൽ നിന്ന് കൂടുതൽ ഡെപ്തിലായിരിക്കും പോവുക. ഡീറ്റെയിൽഡ് എസെൻഷ്യൽസ് ഉണ്ടാവും, ക്ലാസിഫിക്കേഷൻസ്, പിന്നെ സ്പെഷ്യൽ റൂൾസ് ഉണ്ടാവും കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടുള്ളത്, ആൻഡ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് വിത്ത് മോർ എക്സാമ്പിൾസ് ആൻഡ് കേസസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ സെഷനിൽ നമ്മളിന്ന് പറഞ്ഞു പോയിട്ടുള്ളത്. ഹോപ്പ് ദാറ്റ്സ് ഓൾ ക്ലിയർ ഫോർ യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ബൈ, സ്റ്റേ ട്യൂൺഡ്.